2021 മെയ് മാസം അതിൻ്റെ പ്രാരംഭ ഞായർ ആരാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതങ്ങളെ ഗ്രസിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം ആരാധനയിലൂടെ ആശ്വാസവും സമാധാനവും ഉള്ളങ്ങളിൽ ഉറപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവിടുന്ന് നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. അവിടുത്തെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. 23-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പറയാം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവസന്നിധിയിൽ ആരാധനാപൂർവം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രവേശിക്കുവാൻ ഈ പുതിയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. തൊട്ടരികിലായും ചുറ്റുപാടും കാതുകളിൽ അലയടിക്കുന്ന വാർത്തകളായും പല പ്രതിസന്ധികളെ കുറിച്ചും ഞങ്ങൾ പലപ്പോഴും കേട്ട് നെടുവീർപ്പിടുന്നതായ ഈ ദിനങ്ങളിൽ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ മനസ്സലിയുന്ന ദൈവത്തിന്റെ കൃപ ഈ ആരാധനയിലൂടെ അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ഭയപ്പാടുകളുടെ മധ്യത്തിൽ ഉള്ളത്തിൽ ബലം പകരുന്ന ദൈവിക സാമീപ്യം ഞങ്ങളിലേക്ക് അവിടുന്ന് അയക്കണം. കർത്താവേ, രോഗാതുലമായ ഞങ്ങളുടെ ശരീരങ്ങളുടെ മേൽ അകവും പുറവും ദൈവം പകരുന്നതായ ശക്തീകരണം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ അവിടുന്ന് സഹായിക്കണം. രക്ഷകരിൽ മാത്രം അടിയങ്ങള് ആശ്രയം വെച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പൻ ഒപ്പമായിരുന്ന് വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്നെ ശക്തിയോടെ, അവിടുന്ന് തന്നെ അവിടുത്തതായ പുതിയ ശക്തിയോടെ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി. കർത്താവിന്റെ കൃപയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ടായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 452-ാമത്തെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്ന് തുടങ്ങുന്ന പാഠപുസ്തകത്തിലെ 452-ാമത്തെ ഗീതം. സിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.
എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. സഹായമില്ലെല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോയിടുമ്പോൾ ഇന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനും പെറ്റമ്മയേക്കവൻ യാത്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. നമുക്ക് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമങ്ങളിൽ പുറം 3 സ്തുതിത്താനുകൾ 1-ാമത്തെ ഭാഗം ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. ആരാധനക്രമം പുറം 3 സ്തുതിത്താനുകൾ 1-ാമത്തെ ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി, അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും?
വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. തകർന്നിരിക്കുന്ന മനസ്സാണ് ദൈവത്തിന് ഹിതകരമായ ഹനനയാഗം. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരുമിച്ച് പറയാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിനെ ആരാധിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ അർപ്പിക്കുവാനും വാഞ്ചയോടുകൂടെ ആയിരിക്കുന്ന പ്രിയരെ, തിരുവെഴുത്ത് നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: തകർന്നിരിക്കുന്ന മനസ്സാണ് ദൈവത്തിന് ഹിതകരമായ ഹനനയാഗം. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിവിട്ട് തിരിഞ്ഞു ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ജീവിതങ്ങളെ പരിപൂർണമായും ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമ്മിലെ കുറവുകളെ പൂർണ്ണമായും ഉണർന്ന്, കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണയുണ്ടാകണമേ, മനസ്സലിയണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുവാനായി നമുക്ക് സമയം വേർതിരിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയുന്നത് പോലെ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയും അറിയുന്നില്ല. നമ്മിലെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ പോരായ്മകൾ, വീഴ്ചകൾ ഈ പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ എന്ന് അവിടത്തോട് യാചിക്കാം. ദൈവവുമായി ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ അകലത്തെ ഒഴിവാക്കിയെടുക്കേണ്ടത് നമ്മിലെ കർത്തവ്യമാണ്. വിശുദ്ധ രക്തത്താൽ മാത്രം അത് സാധ്യമായിരിക്കെ ആ തിരിച്ചറിവോടെ, അപ്പാ, കുരിശിൽ എനിക്കായി ചൊരിഞ്ഞ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. സ്വയം കുറവുകളിലേക്ക് നോക്കി, ഞാൻ കുറവ് സംഭവിച്ചു പോയ വ്യക്തിയാണ്, എന്നോട് ക്ഷമിക്കണമേ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ പരിപൂർണമായി ഏൽപ്പിച്ച് പ്രാർത്ഥനാപൂർവം നമുക്ക് ആയിരിക്കാം. ശൂന്യവും പാഴുമായി തള്ളിയതാമി നിൻ മന്ദിരം തന്നിലിന്നു ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിന്റെ നിന്ദയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിന്റെ നിന്ദയകറ്റണമേ. ജീവിതം എന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. കർത്തനെ എത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി ഈ വിധം. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ, തട്ടിയുണർത്തണമേ.
ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുവാനായി യാചനാപൂർവം നമുക്ക് കടന്നു വരാം. ആരാധനക്രമത്തിൽ 13-ാം പുറത്തിലെ പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ആരാധനക്രമത്തിൽ പുറം 13-ലെ പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായ ഭാഗം: എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാവലിയ കരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങളെ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. യേശു നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ദയ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും നിത്യനും നീതിമാനുമായ കർത്താവ് നമ്മെ അകവും പുറവും വെടിപ്പാക്കി തന്റെ ശക്തിയിനാൽ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയ നന്മകൾ എത്ര അഗോചരമാണ്. ഒരു പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിനങ്ങളിലൊന്നിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. ദൈവമേ, അങ്ങൊപ്പമായിരുന്നതിനായിട്ട് നന്ദി. പ്രതിസന്ധികളേറെ ഉണ്ടെങ്കിലും എന്റെ ജീവിതത്തെയും എന്റെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ഇനിയും അങ്ങ് തന്നെ കൂടെ ഇരിക്കണമേ. ഇനിയും അങ്ങയുടേതായ ബലത്തിനാൽ അടിയന്റെ ജീവിതത്തെ നിറയ്ക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ നന്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളെ വഴി നടത്തിയത്. എത്ര സന്തോഷകരമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളെ വഴി നടത്തിയത്. ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ വിധങ്ങൾക്കായും അടിയൻ അവിടത്തേക്ക് സ്തോത്രം കരയേറ്റുന്നുവെന്ന് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. ഉള്ളിൽ നിന്നും സ്തോത്ര പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ആരാധനക്രമത്തിൽ 18-ാം പുറത്തിൽ തന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ മധ്യേ മറിയ ദൈവസന്നിധിയിൽ പാടി സ്തുതിച്ചതായ പാട്ടിന്റെ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്ര പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ആരാധനക്രമം പുറം 18-ലേത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 തുടങ്ങിയുള്ള വാക്യങ്ങൾ. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. പാഠപുസ്തകത്തിലെ 261 ഗീതം സ്നേഹത്തിൻ ഇടയനാം യേശുവേ എന്ന് തുടങ്ങുന്നു. പാഠപുസ്തകത്തിലെ 261 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. സത്യവും നീ മാത്രമേ സുവിശേഷ പാഠഭാഗം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ അത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കും. യേശു അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ട് മാർത്ത യേശുവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ യേശുവിനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ദിനത്തിലേക്കുള്ള പാഠഭാഗങ്ങളിൽ സുവിശേഷ പാഠഭാഗം വായിച്ച് പൂർണ്ണമാകുന്നു. ദൈവം നമ്മുടെ ജീവിതങ്ങളുടെ ഒപ്പമായിരുന്നു അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിലെ ആത്മീക മനുഷ്യനെ ബലപ്പെടുത്തുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും വചനമെന്ന മായമില്ലാത്ത പാൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സ്വർഗത്തിലെ വലിയ കർത്താവേ, തിരുവഴുത്തിന്റെ ശ്രോതാക്കളായി അങ്ങയോടൊപ്പം ഒരുമിച്ച് അങ്ങ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാനുള്ള വാഞ്ചയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരത്തിന്റെ പ്രതിസന്ധികൾ ഏറി നിൽക്കുമ്പോൾ ഈ തിരുവഴുത്തിനെ ഞങ്ങൾക്ക് ദീപസ്തംഭമായി അവിടുന്ന് നൽകണമേ. അഗ്നിസ്തംഭത്തിലായിരുന്നു ഞങ്ങള് തുടരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികൾ, വേനലെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് മേഘസ്തംഭമായി ഈ തിരുവചനത്തെ നൽകണമേ. അങ്ങിൽ നിന്നും അടിയങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കട്ടെ. ഉള്ളിനോട് അരുളി ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ വിശുദ്ധ ദിനത്തിൽ ദൈവം പകർന്നതായ ജീവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് തിരുവചന സംഭാഷണങ്ങളിലൂടെ മുന്നേറുവാൻ അവിടുന്ന് നമുക്ക് ദാനമായി നൽകുന്ന ഈ ശ്രേഷ്ഠ അവസരത്തിനായി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവീക കരം നമുക്ക് താങ്ങായും തണലായും ഒപ്പമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 1969 ജൂലൈ 20 ആ ദിനം 3 സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പിന്നീട് അങ്ങോട്ട് അവരുടെ പേര് ഉച്ചരിക്കുന്നതായ ഇടങ്ങളിലും അഭിമാനത്തെ നൽകുന്നതായ നിമിഷങ്ങളായിരുന്നു. അപ്പോളോ 11 യാത്രയിലൂടെ ചന്ദ്രനിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്ന സംഘമായി, ചന്ദ്രനിൽ ആദ്യമായി കാൽപതിപ്പിക്കുന്നവരുടെ കൂട്ടത്തിന്റെ ഭാഗമായി ഈ 3 പേരും ആയിരിക്കുന്നു. അവരിൽ 2 പേർ, ഒന്നാമനായി നീൽ ആംസ്ട്രോങ്ങും രണ്ടാമതായി എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ തന്റെ കാല് പതിപ്പിക്കുകയാണ്. മൂന്നാമനായ വ്യക്തിയുടെ പേര് മൈക്കിൾ കോളിൻസ്. ഈ അടുത്ത ദിനങ്ങളിൽ 90-ലധികം വയസ്സ് പ്രായമുള്ളവനായി അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി. താനായിരിക്കുന്ന ശൂന്യാകാശ പേടകത്തിൽ ഏകനായിരുന്ന് തന്റെ സുഹൃത്തുക്കളുടെ തിരിച്ചുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കാര്യാദികൾ ക്രമീകരിച്ചു കൊണ്ടേയിരുന്നു. സംഭവത്തെക്കുറിച്ച് പിന്നീടുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഒറ്റയ്ക്കായിരുന്ന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കൂട്ടാളികളില്ലാതെ മടങ്ങിപ്പോകേണ്ടി വരുമോ എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേടകത്തിനുള്ളിൽ അദ്ദേഹം കൂട്ടുകാരെ തേടിയിരിക്കുന്നു. അവരുടെ ഒപ്പം അവർ മടങ്ങി വന്നപ്പോ ഭൂമിയിലേക്ക് സുരക്ഷിതരായി എത്തിച്ചേരുന്നു. ചരിത്ര മുഹൂർത്തത്തിന് ലോകം സാക്ഷ്യം വഹിച്ചപ്പോ 2 വ്യക്തികൾ പ്രസക്തരായി തീർന്നു. മൂന്നാമന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടക്കാനായി സാധിച്ചില്ല
എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അവൻ മറയ്ക്കപ്പെട്ട ബഹിരാകാശകൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് PFCയുടെ ചില കേൾവിയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുവാനായി സാധിച്ച ഒരു വസ്തുത നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. മരണത്തിലൂടെ സകലതും മറക്കപ്പെടും എന്ന് ചിന്തിച്ചെടുത്ത് മരണത്തെ തകർത്ത് ഉദ്ധിതനായ യേശു ഒരുപക്ഷെ മറക്കപ്പെട്ട മൂന്നാമത്തവൻ എന്ന് ചരിത്രം മുൻ സൂചിപ്പിച്ചതായ മൈക്കിൾ കോളിൻസിനെ കുറിച്ച് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരിക്കലും ഒരുത്തനും മറക്കുവാൻ സാധ്യതയില്ലാത്ത വസ്തുതയായി ക്രിസ്തുവിന്റെ ഉയർപ്പ് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ യേശുവിലെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം എന്നതാണ് ഈ ദിനത്തിലെ ചിന്തയിലൂടെ അർത്ഥമാക്കുന്നത്. അതിനാൽ സഭ ഒന്നടങ്കം ചിന്തിക്കുന്നത് ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നുള്ള വിഷയമാണ്. ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം, ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ റിസറക്ഷൻ എന്നുള്ളത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 27 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 12 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നിന്നും ഒക്കെയുമാണ് ഈ ദിനത്തിലെ ലേഖന പഴയ നിയമ പാഠഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കേണ്ടത്. എന്നിരുന്നാലും സുവിശേഷ പാഠഭാഗം ഈ ദിനത്തിലെ ചിന്തകൾക്ക് ആധാരമാക്കുമ്പോൾ അവയിലൂടെ നമ്മുടെ ചിന്തയെ മുമ്പിലേക്ക് നയിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓർമ്മപ്പെടുത്തിയല്ലോ, ഉയിർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ഉയിർപ്പിനെ കുറിച്ച് കഴിഞ്ഞ പല ദിനങ്ങളായി വ്യത്യസ്ത കോണുകളിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തു ഉയർത്തത് കൊണ്ട് ഉയിർപ്പിന്റെ സന്തോഷത്തെ ഉള്ളിലുള്ളവരായി സധൈര്യം നിലകൊള്ളുന്നവരായി നമ്മൾ മാറിയിരിക്കുന്നു. ആ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിലെ ചിന്തയുടെ പ്രധാന കാതൽ എന്ന് പറയട്ടെ. ഉയർത്തവനായ ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിലെ ചിന്തയുടെ പ്രധാന കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലെ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട ഈ ദിനത്തിലെ ചിന്തയെ മുമ്പിലേക്ക് കൊണ്ടുപോകാം. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ബഥാന്യയിലെ എൽ അസാറിയ അല്ലെങ്കിൽ ലാസറിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമത്തിന്റെ ചിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലാസറിനെ കുറിച്ചുള്ള വലിയ വിവരണങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പറഞ്ഞു തുടങ്ങിയല്ലോ, ഇന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നതായ ലാസർ മരിച്ചിട്ട് 4-ാമത്തെ ദിവസം. ആ ഒരു ദിനത്തിന്റെ ചിന്തയിലേക്ക് നമ്മുടെയും ഭാവനകളെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ ദിനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് അന്നത്തെ ദിനത്തിലെ പ്രത്യേകതകൾ ഒരല്പം കൂടെ സ്പഷ്ടമായി വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു യഹൂദ പശ്ചാത്തലത്തിൽ മരണം സംഭവിക്കുമ്പോ മുടി പിച്ചിപ്പറിച്ച് വസ്ത്രത്തിന്റെ തൊങ്കലുകളൊക്കെ കീറിക്കളഞ്ഞ് തങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന ഉച്ചത്തിൽ മുറവിളിക്കുന്നതായ ഒരു കൂട്ടം പേര് ആ ഭവനത്തിനുള്ളിലും ആ ഭവനത്തിന് പുറത്തും ഉണ്ടാകുമായിരുന്നു. വിലാപത്തിന്റെ ചിന്തകൾ ദിനങ്ങളോളം, ഒരുപക്ഷെ ആഴ്ചകളോളം, ചിലപ്പോഴെങ്കിലും പണത്തിന്റെ ക്രമപ്രകാരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇടത്തിലേക്ക് നസ്രായൻ ലാസറിന്റെ മരണശേഷം 4-ാമത്തെ ദിനം കടന്നു ചെല്ലുകയാണ്. ആ ഗ്രാമത്തെ ആകമാനം പിടിച്ചുയർത്തിയ ആ സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. അവിടെ വിവരിക്കുന്നതായ പേര് പ്രതിപാദിച്ചിട്ടുള്ള 3 വ്യക്തികളിലൂടെയാണ് ഈ ദിനത്തിൽ നമ്മുടെ സഞ്ചാരം. അവിടെ ഗ്രാമവാസികളായിട്ടുള്ള വ്യക്തികളുണ്ട്, യഹൂദരെന്ന് തന്നെ കൂട്ടമായി പേർ പറഞ്ഞിട്ടുള്ളതായ വ്യക്തികളുണ്ട്. എന്നിരുന്നാലും യേശു സ്നേഹിച്ചതായ കുടുംബത്തിലെ വ്യക്തികളെ കുറിച്ചും യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളോട് സംഭാഷിക്കട്ടെ. അവിടെ വിവരിക്കുന്നത് മാർത്തയെ കുറിച്ചാണ്, മറിയയെ കുറിച്ചാണ്. ഇവരിലൂടെ അന്നത്തെ ആ ഒരു സംഭവ വികാസങ്ങളെ കാണാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവര് 2 സഹോദരിമാരെയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഹോദരൻ വേണ്ടപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്റെ മരണം തങ്ങളുടെ ജീവിതത്തിൽ അവരെ പിടിച്ചുലക്കുന്നതായിരുന്നു.
മറിയ ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിച്ചപ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ സഹോദരന്റെ കല്ലറയിലേക്ക് കരയാനായിട്ട് അവൾ പോകും എന്നുള്ള രീതിയിലാണ്. ചുരുക്കം ഇത്ര മാത്രമാണ്, യേശു വരുന്നതിന് മുമ്പ് പലയാവർത്തി തനിയെ എഴുന്നേറ്റ് കല്ലറക്കരികിലേക്ക് കരയുവാൻ പോകുന്ന പ്രകൃതിയിലുള്ള രീതിയിൽ സഹോദരനെ സ്നേഹിച്ചിരുന്നതായ വ്യക്തിയായിരുന്നു മറിയ എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേ രീതിയിലായിരുന്നിരിക്കും എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ്. അവരുടെ മധ്യത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. കഠിന പ്രതിസന്ധിയാണ്. ഈ രണ്ട് സഹോദരിമാരുടെയും പ്രതീക്ഷയായിരുന്നു സഹോദരനെ കുറിച്ചുള്ള രോഗവിവരം അറിയുന്ന നിമിഷം 2 നാഴിക മാത്രം അകലെ ഉള്ളതായ യെരുശലേമിൽ നിന്നും യേശു തങ്ങളുടെ അരികിലേക്ക് കടന്നു വരും എന്നുള്ളതായ ചിന്ത. എന്നാൽ യേശു വരുന്നില്ല. രോഗിയായിരുന്ന സഹോദരൻ മരണമടയുകയാണ്. മരണമടഞ്ഞതായ സാധ്യതകളെ മലർക്കെ തുറക്കുന്നതായ യേശു. ഒന്നാമത്തെ ചിന്ത മാർത്തയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മാർത്തയിലെ വിശ്വാസം, അതിന് പരിഭവം നിറഞ്ഞ വിശ്വാസം എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിഭവം നിറഞ്ഞതായ വിശ്വാസം. മുന്നമേ പറഞ്ഞുവല്ലോ, യേശുവിനെ എതിരേൽക്കുവാനായി മാർത്ത യേശു ആയിരിക്കുന്ന ഇടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവൾക്ക് പറയാനായിട്ടുള്ളത്, അല്ലയോ യേശുവേ, നീ പ്രവർത്തിക്കുമെന്നുള്ള ചിന്തയിനാൽ സഹോദരന്റെ രോഗവർത്തമാനം നിന്നെ മുന്നമേ അറിയിച്ചതാണ്. എന്നാൽ നീ ഇങ്ങോട്ടൊന്ന് അന്നൊന്നും വന്നില്ല. അതിനുശേഷം ഇപ്പോഴിതാ 4ാമത്തെ ദിവസമാണ് നീ ഇവിടേക്ക് എത്തുന്നത്. പരിഭവം നിറഞ്ഞതായ ഒരുപാട് വസ്തുതകൾ അവളുടെ ഉള്ളിൽ നിന്നും യേശുവിന്റെ മധ്യത്തിൽ പറയുവാനായിട്ട് അവള് സമയം കണ്ടെത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലതും അസ്തമിച്ചു എന്നുള്ള രീതിയിൽ രണ്ടാമത് അവൾ അവിടെ സംഭാഷിക്കുന്നുണ്ട്. കർത്താവ് ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് 2 പ്രാവശ്യം അവളോട് അവിടെ വെച്ചും രണ്ടാമത്തേത് കല്ലറയ്ക്കൽ വെച്ചും പറയുന്നതായ സമയത്തും ഇനി അങ്ങോട്ട് അസ്തമനം മാത്രമേ, ഇരുട്ട് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു ഉദയമുണ്ട് എന്ന് ചിന്തിക്കുവാൻ അവളുടെ മനസ്സ് പരുവപ്പെടുന്നില്ല, പാകപ്പെടുന്നില്ല. വിശുദ്ധ വേദപുസ്തകം അപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സകലതും അസ്തമിച്ചു എന്നുള്ള രീതിയിൽ തകർന്ന ജീവിത സാഹചര്യത്തിലൂടെയാണ് അവള് കടന്നു പോകുന്നത്. മരണത്തിനപ്പുറത്തേക്കുള്ളത് ക്രിസ്തുവിനാൽ സാധിക്കും എന്നുള്ളത് അവൾ മറന്നു പോകുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. കല്ലറയ്ക്കൽ വെച്ച് പോലും അവള് പറയുന്നത്, യേശു മരിച്ചിട്ട് 4 ദിവസമായി, അതുകൊണ്ട് തന്നെ ദുർഗന്ധമല്ലാതെ പുതുതായി മറ്റൊന്നും ഇനി അവിടെ നിന്ന് കിട്ടുവാനായിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ മാർത്തയിലെ വിശ്വാസത്തെ പരിഭവം നിറഞ്ഞ വിശ്വാസമായും സകലതും അസ്തമിച്ചു എന്നുള്ള രീതിയിലുള്ള വിശ്വാസമായും വേദപുസ്തകം വിവരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ പടവുകളിലൂടെ വിശ്വാസത്തിന്റെ തീവ്രതയുള്ളവരെന്നൊക്കെ പറഞ്ഞ് സഞ്ചരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം വിറയൽ പിടിച്ചതായ വിശ്വാസമാണ്. വിറയൽ പിടിച്ച് ഏത് രീതിയിലാണ് വിശ്വാസക്രമത്തിൽ ശരിയാവണ്ണം കർത്താവിൽ ഉറപ്പിച്ച് മുമ്പിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കയ്യാലപ്പുറത്തെ തേങ്ങ എന്നുള്ള അഭിസംബോധന നമുക്കൊക്കെയും സുപരിചിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കയ്യാലപ്പുറത്ത് ഒരു തേങ്ങ ഇരുന്നാൽ അതിന് അങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഇങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതിന്റെ അവകാശി എന്ന് പറയുന്നത് അപ്പുറത്തേക്കുള്ളവനുമാകാം, ഇപ്പുറത്തേക്ക് ഉള്ളവനുമാകാം. ആ രീതിയിൽ മനുഷ്യന്റെ ജീവിതങ്ങളും മാറ്റപ്പെടുന്നു. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലേ എന്ന് ഒരു വട്ടം കൂടെ ആഴത്തിൽ ചോദിച്ചാൽ മനുഷ്യന് ചിന്തിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങളും സാധ്യതകളും. മാർത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളോട് സംഭാഷിക്കുന്നത് പരിഭവം നിറഞ്ഞതായ വിശ്വാസക്രമത്തെയും സകലതും അസ്തമിച്ചു എന്നുള്ള രീതിയിൽ സകലത്തെയും ജീവിതത്തിൽ നഷ്ടമായി എന്നുള്ള ക്രമത്തിലെ വിശ്വാസത്തെയും നമ്മൾ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള രീതിയിലാണ്. പ്രിയരെ, ഒന്നാമത്തെ ചിന്ത യേശുവിലെ വിശ്വാസത്തിലേക്ക് പരിഭവത്തെ മാറ്റിവെച്ചും യേശു നമ്മുടെ ജീവിതത്തിൽ ഉദയത്തെ ദാനമായി നൽകും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഉള്ളതുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത മറിയയിലെ വിശ്വാസക്രമത്തെ കുറിച്ചാണ്. മറിയയിലെ വിശ്വാസം, അതിന് ഞാൻ
യേശുവിൽ ആശ്രയം കണ്ടെത്തിയ വിശ്വാസമായി ഒരു പേര് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിൽ ആശ്രയം കണ്ടെത്തിയതായ വിശ്വാസം. ആദ്യത്തേതിൽ മാർത്ത എതിർപ്പെട്ട സംസാര ക്രമങ്ങളിൽ ഇടപഴകുമ്പോൾ, രണ്ടാമത്തേതിൽ മറിയെ സംബന്ധിച്ചിടത്തോളം യേശു എവിടെ ആയിരിക്കുന്നുവോ ആ ഇടത്തിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. യേശു എത്തിച്ചേർന്നതായ ഇടത്തിലേക്ക് അവൾ കടന്നു വന്നിട്ട് യേശുവിന്റെ കാലിൽ വീഴുകയാണ്. പിന്നീട് യേശുവിനോടൊപ്പം കല്ലറയിലേക്ക് യാത്ര ചെയ്തിരിക്കും എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. രണ്ട് വസ്തുതകൾ അവളുടെ ആ ക്ലേശത്തിന്റെ മധ്യത്തിലും അവള് ഉറപ്പിക്കുന്നുണ്ട്. യേശു ഇരിക്കുന്ന ഇടത്തേക്ക് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ട ഉടനെ അവൾ എത്തിച്ചേരുന്നു. വെറുതെ അങ്ങ് ഇരുന്നാൽ മാത്രം പോരാ, യേശുവിന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നതിലൂടെയാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. ആ ഒരു രീതിയിൽ അവൾ യേശുവിനോട് ഇടപെട്ടപ്പോ യേശു അവളുടെ ജീവിതത്തോട് മനസ്സറിയുന്നത് ആ അധ്യായത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലും വായനകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഒരു മേഖലയായി അവളുടെ ജീവിതത്തിലെ വിശ്വാസം പ്രകീർത്തിക്കപ്പെടാതിരുന്നാൽ അത് നിശ്ചയമായും ഖേദകരമായ ഒരു വസ്തുതയാണ് എന്ന് ഞാൻ പറയട്ടെ. മാർത്തയുടെയും മറിയയുടെയും ഉള്ളിൽ യേശുവുമായി ബന്ധപ്പെട്ടുള്ള പരിഭവം ആദ്യത്തേതിൽ ഒന്ന് തന്നെയായിരുന്നു. യേശുവിനെ അറിയിച്ചിട്ടും യേശു കടന്നു വന്നില്ല എന്നുള്ളത്. പക്ഷേ മറിയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം കൂടെ കടന്നു വന്നവനിൽ ആശ്രയം വയ്ക്കുമ്പോ ആ കടന്നു വന്നവൻ പ്രവർത്തിക്കുമെന്നും ആ യേശുവിനെ മുറുകെ പിടിക്കുവാൻ താൻ തയ്യാറാണെന്നും ഒക്കെ അവളെ വിളിച്ചോതുന്നത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രിയരെ, ഈ ദിനങ്ങളിലെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും കേൾക്കുന്നതായ പ്രതിസന്ധിയുടെ വാർത്തകളുടെ മധ്യേ യേശുവിന്റെ പാദത്തിൽ അഭയം തേടുന്നവരായും യേശുവിന്റെ പാദത്തിലിരുന്ന് യേശുവിലുള്ള നന്മകളെ ജീവിതത്തിൽ പ്രാപിക്കുന്നവരായും നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവ് സ്പഷ്ടമായി നമ്മുടെ ജീവിതങ്ങളോട് പറയുന്നുണ്ട്, മറിയെ നോക്കി ചിലതൊക്കെ പഠിക്കുവാനായിട്ട്. ഒടുവിലത്തെ ചിന്തയായി യേശുവിന്റെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. യേശുവിനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ യേശുവിലെ വിശ്വാസത്തെ ആ മേഖല വിവരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മരണത്തെ പരാജയപ്പെടുത്തിയ വിശ്വാസമായിരുന്നു. മരണത്തെ പരാജയപ്പെടുത്തിയ വിശ്വാസം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം കൂടെ കരയുന്നവൻ. ചരിത്രത്തിൽ ഒരിടത്തും ഒരു രേഖകളിലും ഏതെങ്കിലും ദേവസങ്കല്പങ്ങളിൽ അവരാരും ഇതേ രീതിയിൽ കൂടെ കരഞ്ഞതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരേ ഒരു ദൈവം മനുഷ്യന്റെ അരികിലായിരുന്ന അവന്റെ വ്യഥകളുടെ മധ്യേ, അവന്റെ കണ്ണുനീരിന്റെ മധ്യേ, അവളുടെ വ്യഥകളുടെ മധ്യേ, അവളുടെ കണ്ണുനീരിന്റെ മധ്യേ അവളുടെ അരികിലായിരുന്ന് ഒപ്പം കരയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ അരികിലായിരുന്ന് അവരുടെ ഒപ്പം കരയുന്നത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിശ്ചലമായി എന്ന് മനുഷ്യൻ കൽപ്പിച്ചതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അടച്ചിട്ടിരുന്ന കല്ലറയിൽ, കല്ലുരുട്ടി വെച്ചിരുന്നതായ കല്ലറയിൽ നിന്നും ലാസറിനെ പുറത്തേക്ക് വരുത്തുവാനായി ലാസറെ പുറത്തേക്ക് വാ എന്നാവശ്യപ്പെടുന്ന യേശുവിന്റെ ചിന്തയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനെ മുടിക്കെട്ടിയിരുന്നതായ സുഗന്ധങ്ങളൊക്കെ ദുർഗന്ധ ക്രമത്തിലേക്ക് മാറ്റം സംഭവിച്ചപ്പോ യേശു അവനിലെ കെട്ടുകളെ അഴിക്കുവാനായി ആവശ്യപ്പെടുകയാണ്. അതുവരെയും നിശ്ചലമായിരുന്ന അവന്റെ ജീവിത സാഹചര്യങ്ങളെ ചലിപ്പിക്കുവാനായി യേശു ആവശ്യപ്പെടുകയാണ്. അവന്റെ ജീവിതത്തോട് ഒപ്പമായിരുന്ന് യേശു പ്രവർത്തിക്കുന്നത് മരണത്തെ പരാജയപ്പെടുത്തിയ വിശ്വാസക്രമമായി യേശുവിലെ വിശ്വാസക്രമത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോ കരയുമ്പോ ആരും കാണുന്നില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നീ അടച്ചിരിക്കുമ്പോഴും നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിലെ കെട്ടഴിക്കുവാൻ അവിടുന്ന് സദാ നിന്റെ സമീപത്ത് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിലകൊള്ളുന്ന വ്യക്തിയായി തീരുക.
നിശ്ചലമാക്കപ്പെടേണ്ടുന്ന വ്യക്തിയല്ല, ചലനത്തിലേക്ക് നിന്നെ മടക്കി വരുത്തുന്നവനാണ് സ്വർഗത്തിലെ വലിയവനായ ദൈവം. ഒരുപക്ഷെ യെരുശലേമിലെ അല്ലെങ്കിൽ ബഥാന്യയിലെ എലസാറിയയിലെ ആ ഒരു കല്ലറ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പല ഭവനങ്ങളോടും തുല്യമായിരിക്കാം. കോവിഡിന്റെ പ്രതിസന്ധി ഞെട്ടലുളവാക്കുന്നതിനാൽ, ഭയമുളവാക്കുന്നതിനാൽ എന്റെ ജീവിതം നഷ്ടമായി പോകുമോ, അടുത്തേത് കിതച്ച് ഞാൻ പിടഞ്ഞു വീഴുന്നതായ കാഴ്ചയാണോ മറ്റുള്ളവർ കാണേണ്ടതായി വരുന്നത്? അല്ല, എന്റെ പ്രിയമുള്ളവരെ ഒരു നോക്കുപോലും കാണുവാൻ സാധ്യതയില്ലാത്ത തരത്തിൽ അവർ മാഞ്ഞുപോയി എന്നുള്ള വാർത്തയാണോ ഞാൻ കേൾക്കേണ്ടതായി വരുന്നത് എന്നൊക്കെയുള്ള ചിന്തയിനാൽ ഉള്ളിൽ അടച്ചിരിക്കുന്ന ഈ ദിനങ്ങളിൽ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുകയാണ്, അവയെ തരണം ചെയ്ത് പുറത്തേക്ക് വരുത്തുവാൻ ശക്തനാണ് ഞാൻ എന്ന്. പ്രിയരെ, ആ യേശുവിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം വളരെ മനോഹരമാണ്. അതിലെ എല്ലാ വാക്യങ്ങളും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. എങ്കിലും പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ തൊട്ടു മുമ്പിലത്തെ അധ്യായത്തിൽ വിവരിച്ചിരുന്നതായ കല്ലറയ്ക്കുള്ളിലായിരുന്ന ലാസർ യേശുവിന്റെ ഒപ്പം പന്തിഭോജനം അനുഭവിക്കുന്ന പന്തിയിലായിരിക്കുന്നു എന്ന് വിശദീകരിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നതായ മറിയ, കണ്ണുനീരോടുകൂടെ തേങ്ങലോടുകൂടെ ആയിരുന്ന മറിയ, വീണ്ടും യേശുവിന്റെ കാൽക്കലായിരുന്ന വില കൂടിയതായ സുഗന്ധതൈലത്തെ അർപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എത്ര മനോഹരമാണ് രണ്ട് കാഴ്ചകളും. ഒന്നാമത്തേതിൽ യേശു മരിച്ചവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമത്തേതിൽ മരിച്ചവൻ യേശുവിനൊപ്പം പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒന്നാമത്തേതിൽ മരിച്ചതിന്റെ വിലാപത്തിൽ കഴിഞ്ഞതിനെ കുറിച്ച് വിവരിക്കുമ്പോൾ, രണ്ടാമത്തേതിൽ യേശുവിനൊപ്പം തന്റെ ജീവിതത്തിൽ വീണ്ടും സുഗന്ധത്തെ പകർന്ന യേശുവിനോടൊപ്പം തന്റെ ജീവിതത്തെ തന്നെ സുഗന്ധമായി അർപ്പിക്കുന്ന മറിയെ കുറിച്ച് വിവരിക്കുന്നു. ഈ ദിനത്തിലെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ആരും മായ്ക്കപ്പെടേണ്ടുന്നവരല്ല, നമ്മൾ ആരും മറയ്ക്കപ്പെടേണ്ടുന്നവരല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയ ഉദ്ദേശങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ ദാനമായി നൽകുന്ന ഈ ദിനങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. വേറെ ഒരു പോം വഴിയുമില്ല. ദൈവത്തോട് കരയുക. ദൈവത്തെ തള്ളിയിടുവാനുള്ള എളുപ്പമാർഗം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, എന്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ വീണാൽ അത് തന്നെയാണ് എളുപ്പമാർഗം. ദൈവത്തോട് നീ കരയുന്നുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഹാഗർ കരഞ്ഞു, ഹന്ന കരഞ്ഞു. ഈ ഭാഗത്ത് ആദേശവും സഹോദരിമാരും ഒക്കെ കരഞ്ഞു. യേശുവിന് വെറുതെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. വലിയത് പ്രവർത്തിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും അതേ വസ്തുത തന്നെ സംഭവിക്കുന്നുണ്ട്. പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയെ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിഭവം നിറഞ്ഞ വിശ്വാസത്തിന്റെ മേഖലകളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാം. യേശുവിൽ ആശ്രയം കണ്ടെത്തി അതിൽ ഉറച്ചിരിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. മരണത്തെ തകർക്കുന്നവൻ, മരണത്തിന്റെ ഭീതിയെ തകർക്കുന്നവൻ അവിടെ നമ്മുടെ ഒപ്പമുണ്ട്. ആ ചിന്തയിൽ സധൈര്യം നമുക്ക് മുന്നേറാം. പൊന്നു തമ്പുരാൻ അനുഗ്രഹിച്ചു നമ്മളെ സഹായിക്കുമാറാകട്ടെ, ഒപ്പമായിരിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരിപൂർണമായും അർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. എത്ര തന്നെ സ്വസ്ഥമാക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അസ്വസ്ഥത നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. യേശു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ലാസറിനെ മരണത്തിൽ നിന്നും 4 നാളിന് ശേഷം തിരിച്ചു വരുത്തി ആ സഹോദരിമാർക്കും ദേശത്തിനും നൽകിയെങ്കിൽ മരണകരമായ ഈ സാഹചര്യത്തിലും ദൈവം നമ്മുടെ ഉള്ളിൽ ഒപ്പമായിരിക്കും. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് ദൈവം നമ്മെ ശക്തീകരിക്കും. ഉള്ളിലെ ആകുലതകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം.
രോഗമുണ്ട് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവമേ, സൗഖ്യത്തിന്റെ പുതുബലത്തെ എന്നിലേക്ക് പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില ഭാഗങ്ങളൊക്കെ വേദനയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധിയാണ് എന്ന് നീ ചിന്തിക്കുന്നു. പ്രിയരെ, ആ മേഖലകളിൽ കരം വച്ച് നീ പ്രാർത്ഥിക്കുക. നിന്റെ കരത്തിന്റെ മേൽ യേശു കരം പതിപ്പിക്കുന്നത് നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഏത് ചിന്തയിലായിരുന്നാലും യേശു പ്രവർത്തിക്കുന്നത് നിന്റെ ജീവിതത്തോടാണ്. നിനക്ക് പുതിയ ജീവിതത്തെ നൽകുവാനാണ്, നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ്. യേശുവിന്റെ സന്നിധിയിലേക്ക് അണഞ്ഞു വരുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും തിരുസവിധത്തിൽ അർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളെ നിനച്ചു നീ നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെ നിനച്ചു നീ നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? ആ മനമേ ചഞ്ചലമെന്തിനാ? കൈവിടുകില്ലിനി ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലിനി ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദാനം കൈവിടുമോ? ആ മനമേ ചഞ്ചലമെന്തിനായി? നിൻ വഴി ദൈവത്തെ ഭരമേൽപ്പിക്കുക, നിർണയമവനതു നിറവേറ്റും. നിൻ വഴി ദൈവത്തെ ഭരമേൽപ്പിക്കുക, നിർണയമവനതു നിറവേറ്റും. ഭാരം യഹോവയിൽ വഹിച്ചിടുകിൽ നാൾ തോറും നടത്തുമവൻ. ആ മനമേ ചഞ്ചലമെന്തിനായി? കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി? ആ മനമേ ചഞ്ചലമെന്തിനായി? മനമേ ചഞ്ചലം എന്തിനായി? ഞങ്ങളുടെ കർത്താവേ, പൊന്നു തമ്പുരാനെ, അങ്ങയിൽ നിന്നും വ്യതിചലിക്കാതെ അങ്ങയോട് പറ്റിച്ചേരുവാൻ ഈ ദിനത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളോട് സംഭാഷിച്ച തിരുകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. 4 നാളായ ലാസറിനെ നാറ്റം വമിച്ചിരുന്നതായ ഇടത്തു നിന്ന്, കല്ലറയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ കെട്ടുകളെ അഴിച്ച് അവനാവശ്യമായ വിടുതലിനെ നൽകിയ കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം ദേശത്തിന്റെ മേൽ മരണത്തിന് നിശ്ചയിച്ചിട്ടുള്ള അനേകരുടെ ജീവിതങ്ങളിൽ വിടുതലായി അങ്ങ് അയക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദേശം മാനസാന്തരപ്പെടട്ടെ, ലോകം മാനസാന്തരപ്പെടട്ടെ, ദേശം സ്വസ്ഥതയിലേക്ക് കടന്നു വരട്ടെ, ലോകം രാഷ്ട്രം സ്വസ്ഥതയിലേക്ക് കടന്നു വരട്ടെ. പൊന്നു തമ്പുരാനെ, മഹാമാരിയുടെ കെടുതികളെ അങ്ങ് തന്നെ മനസ്സലിഞ്ഞ് ദൂരത്താക്കുന്ന സർവശക്തനായിരിക്കയാൽ സ്തോത്രം. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ എന്റെ വാളിന് മൂർച്ച കൂട്ടുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ പരിപൂർണ മാനസാന്തര അനുഭവത്തിൽ ദൈവ കരങ്ങളിൽ അർപ്പിക്കുകയാണ്. അന്ധകാരത്തെ തകർത്തെറിയുന്ന പൊന്നുതമ്പുരാനെ, മഹാമാരിയുടെ മധ്യത്തിൽ ആരൊക്കെ ദൈവസന്നിധിയിൽ അയ്യം വിളിക്കുന്നുവോ,
നിലവിളിക്കുന്നുവോ, നെടുവീർപ്പിന്റെ മധ്യത്തിലായിരിക്കുന്നുവോ, രോഗകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവോ, സ്വർഗത്തിലെ വലിയ ദൈവമേ, ഓർത്തു പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ വലിയ സൗഖ്യത്തിന്റെ കരങ്ങളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ ബലത്തിന്റെ സൗഖ്യത്തിന്റെ കരങ്ങളെ, സമാധാനത്തിന്റെ കരങ്ങളെ, ശക്തിയുടെ കരങ്ങളെ, ഓക്സിജൻ പുതുനിലയിലേക്ക് പുതുജീവൻ പകരുന്ന തലങ്ങളെ അവിടെ നിന്ന് വച്ചുപിടിപ്പിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നന്ദിയോടെ ദൈവസന്നിധിയിൽ അടിയങ്ങളായിരിക്കട്ടെ. കർത്താവിന്റെ കൃപയിനാൽ കാക്കണമേ. അവിടുത്തെ ദാസരെ തല മുതൽ കാൽ വരെയോളം അങ്ങയുടെ സ്പർശനത്താൽ അവിടെ നിന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം. വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിക്കുന്നതായ ഇടങ്ങളിൽ രോഗത്തിന്റെ കെട്ടുകളെ അവിടെ നിന്ന് തകർത്ത് വിടുതൽ നൽകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ബലം പകരുന്ന കർത്താവ് എപ്പോഴും കൂടെയായിരുന്നു അനുഗ്രഹിച്ചു കൊള്ളണമേ. കൂടെയായിരുന്നു സന്തോഷം പകരണമേ. കൂടെയായിരുന്നു സമാധാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ചെറു പൈതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ചെറുമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. കൗമാരക്കാരെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. യൗവനക്കാരെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. മധ്യവയസ്കരെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. വാർദ്ധക്യ മാതാപിതാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഏവരുടെയും ജീവിതത്തിൽ താങ്ങായും തണലായും ജീവനുള്ള ദൈവത്തിന്റെ വലിയ സാമീപ്യത്തെ അനുഗ്രഹമായി തന്നെ അവിടെ നിന്ന് പകരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട്, അങ്ങയിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കട്ടെ. അപ്പാ, ഞങ്ങളിലെ ഭയപ്പാടിനെ അവിടെ നിന്ന് നീക്കിയതിനായിട്ട് നന്ദി. അകവും പുറവും സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയിനാൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ ഒപ്പമായിരുന്ന അനേകം രോഗികളെ ഭവനത്തിനകത്തും പുറത്തും അങ്ങയുടെ സൗഖ്യത്തിനാൽ അവിടെ നിന്ന് നിറച്ചതിനായിട്ട് നന്ദി. ദൂരത്തും ചാരത്തുമായിരുന്നവരെ അനുഗ്രഹിച്ചുവല്ലോ. ഉപജീവന മേഖലകളിൽ കൂടെ ഇരിക്കണമേ. വിളയിടങ്ങളെ അനുഗ്രഹിക്കണമേ. പക്ഷിമൃഗ സമ്പത്തുകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇതിനെ ഞങ്ങൾ ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോ വൻകാര്യങ്ങളെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ. അതിശയം പ്രവർത്തിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന പുതുഭരണ സംവിധാനത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. എപ്പോഴും കൂട്ടായിരുന്നു, കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. അവിടെ നിന്ന് തന്നെ കാക്കണമേ. സഭയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തിന്റെ മേല് ശുഷ്കാന്തിയോടുകൂടെ കർത്താവെ മാനസാന്തരത്തിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ സകലരിലൂടെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. രക്ഷകന്റെ സന്നിധിയിൽ പരിപൂർണമായും അർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരു പ്രത്യേക ഗാനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം.
വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെല്ലാമോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെല്ലാമോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആശീർവാദം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എപ്പോഴും നമ്മുടെ ഒപ്പമായിരുന്നു അനുഗ്രഹിച്ച് പുലർത്തുമാറാകട്ടെ. ആമേൻ. ഈ ദിവസങ്ങൾ ദൈവം പകരുന്ന സൗഖ്യവും ദൈവം പകരുന്ന സമാധാനവും പ്രത്യാശയും അധികമായി നമ്മൾ അനുഭവിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. ദൈവം കൂട്ടായിരിക്കട്ടെ. ആമേൻ.